എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം അതാ രാവിലെ തന്നെ നമ്മുടെ സനക്കുട്ടിയും സൽമാനും ഒക്കെ പുറത്തു പോകാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ സനക്കുട്ടി പറയുന്നുണ്ട് മഴയുണ്ടോ എന്നൊക്കെ കാണിക്കുന്നതാണ് കേട്ടോ. ഇതാണ് അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ ഇന്നിപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ. അപ്പം വെയിലൊക്കെ അത്യാവശ്യം വെയിൽ വന്നു കഴിയുമ്പോൾ നല്ല ചൂടും ഉണ്ടല്ലോ. അപ്പോൾ വെയിൽ വരുന്നതിന് മുൻപ് തന്നെ ഇവരിതാ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സനക്കുട്ടി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അവൾ തന്നെ ചെന്നെടുത്ത് അത് വേണം, ക്യാപ്പ് വേണം, അത് അവൾ പറയുന്നത് തന്നെ നമ്മൾ എടുത്തു കൊടുക്കണം കേട്ടോ. അപ്പം ഇതാ വെളിയിലേക്ക് ഇറങ്ങാണ്. അപ്പം ഞാൻ പറയുന്നുണ്ട് മോള് വണ്ടിയിലോട്ട് കയറുന്നതെന്ന് പറഞ്ഞപ്പോഴേക്ക് ഇതാ വണ്ടിയിലോട്ട് കയറി ഇരിക്കാനായിട്ട് പോവാണ് കേട്ടോ. സനുകുട്ടി സനു ടാറ്റാ 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 ഫ്ലൈങ് കിസ് തന്നെ. വാപ്പ അടുത്ത് പോണില്ലേ? ബൈക്കിൽ പോണ്ടേ? അപ്പോ വാപ്പ വരുമ്പോ ഞാൻ എന്ത് പറയട്ടെ? ഓ എനിക്ക് ഇതാര്, ഇതാരാ മക്കളെ? വാപ്പ വരുമ്പോ എന്ത് പറയട്ടെ? സന ഇന്നില്ല, അപ്പൊ ഞാനും വാപ്പായും കൂടി ബൈക്കിൽ അങ്ങ് പോയി എന്നെ കറക്കും കേട്ടാ. ഓക്കെ ടാറ്റാ ടാറ്റാ. ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ സലു ഉള്ളപ്പോഴല്ലേ ഇവർക്ക് അങ്ങനെ ഈ ഒരു സമയത്തെ പറ്റത്തുള്ളൂ, രാവിലെ. അതാവുമ്പോഴേക്ക് അധിക റോഡിലൊന്നും റഷ് ഉണ്ടാവത്തില്ല. പിന്നെ അവൾക്ക് നല്ല ഫ്രീ ആയിട്ട് പോവുകയും ചെയ്യാമല്ലോ. അതാ കണ്ട അതിൻ്റെ റോസ നല്ല വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ബോഗൻവില്ല ഇപ്പം വല്ലാതെ അങ്ങ് തൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ച കടലയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പം ഇതൊന്ന് കറിയാക്കണം. അപ്പം ഇതുപോലെയൊക്കെ നമ്മൾ കറി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ തലേ ദിവസം തന്നെ കടല വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചത് കേട്ടോ. അപ്പം ഇത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഞാനൊരു 4-5 വിസിൽ വരെയൊക്കെ വേവിച്ചെടുക്കും കേട്ടോ. പിന്നെ ഓരോരുത്തരുടെയൊക്കെ കുക്കറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ വേകുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കടല ഏതാണെന്ന് ചോദിച്ചാൽ ഈ കറുത്ത കടല തന്നെയാണ്. നിങ്ങൾക്കോ? അപ്പോൾ ഞാൻ വറുത്തരച്ചാണേ വെക്കാൻ പോകുന്നത്. ഇരുമ്പ് ചട്ടിയിലേക്ക് നമുക്ക് തേങ്ങ ഇട്ടിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു 3-4 കൊച്ചുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇഞ്ചി എപ്പോഴും ഇടുന്നത് നല്ലത് തന്നെയാണേ. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് ഉണ്ടല്ലോ, മുഴുവനെയുള്ള കുരുമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ പെരിഞ്ചീരകം രണ്ടും ഓരോ ടീസ്പൂൺ വീതം ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം നമുക്ക് അതായത് തീ ഒന്ന് കുറച്ച് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പറയുവേ, ഞാൻ വറുത്തരച്ച കറികൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കറുത്ത കളറിൽ വരത്തക്ക രീതിയിൽ ഞാൻ ചെയ്യാറില്ല എന്ന്. അപ്പം അതായത് നമുക്ക് തേങ്ങ ചട്ടിയിൽ നിന്ന് വിട്ടുവരും, അതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. മറ്റത് ഇങ്ങനെ ഒട്ടിയിരിക്കത്തേ ഉള്ളൂ. അതിനിടയ്ക്ക് കടല വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ നാളായി കേട്ടോ കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് ശരി എന്നാൽ ഇന്ന് കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ തന്നെ രാത്രി കടല വെള്ളത്തിലേക്ക് ഇട്ടത്. അപ്പം മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമ്മളുടെ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതും, ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും, കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. ഈ പൊടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഏറ്റക്കുറച്ചിലൊക്കെ വരുത്താം കേട്ടോ. എന്നിട്ട് ഈ ഒരു പരുവാകുമ്പോഴേക്ക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യേ. എന്നിട്ട് നല്ലതുപോലെ തണുത്ത ശേഷമാണ് നമ്മളിനിയിപ്പം ഇതൊന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് കേട്ടോ. കടലക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് പുട്ടിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കിയാൽ, അപ്പം ഉണ്ടാക്കിയാൽ, ഏത് പലഹാരം ഉണ്ടാക്കിയാലും കടലക്കറി നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാമല്ലോ. പിന്നെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പം ഇന്നും നാളെ അതായത് 2 ദിവസം കണക്കാക്കിയാണ് ഞാൻ ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. എന്നിട്ട് കുക്കർ തുറന്നിട്ട് കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കടല കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കടല ഞാൻ ഇതിലേക്ക് അതായത് നമ്മളുടെ ഈ അരയ്ക്കാനുള്ളതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കറിക്ക് നല്ല ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 2 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതുപോലെ ഒന്ന് കറക്കിയെടുക്കും. എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ടു. ഓൾറെഡി നമ്മൾ കടല വേവിച്ചപ്പോൾ ഉപ്പിട്ട്
അരപ്പിനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി ഇത് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നാടൻ കറികളിലൊക്കെ ഞാൻ എപ്പോഴും പറയും വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് എന്ന്. പിന്നെ നമ്മളുടെ കടുകും വറ്റൽമുളകും കറിവേപ്പിലേക്ക് ഇട്ട ശേഷം നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പം നിങ്ങൾക്കൊക്കെ കടലക്കറി ഉണ്ടാക്കുമ്പോൾ വെള്ളക്കടല ഇഷ്ടമുള്ളവരും ഉണ്ടാവുമല്ലോ. നമ്മുടെ ഇവിടെ സുൽത്താനെ എടുത്തു കഴിഞ്ഞാൽ അവന് വെള്ളക്കടലയാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് അങ്ങനെ വെള്ളക്കടലയോട് വലിയ ഇഷ്ടമില്ല കേട്ടോ. നമ്മൾ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലത് ഈ ഒരു കടല തന്നെയാണ് അല്ലേ. അപ്പം ഇതാ ഇതുപോലെ ഇളക്കിയിട്ടാണ് ഞാൻ പാകത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ കടല വേവിച്ച് വെച്ചിരിക്കുന്ന അതും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കില്ല. അപ്പോൾ അതൊക്കെ കണക്കാക്കി വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളത്. ഒരുപാട് അങ്ങ് വെള്ളമായി കഴിഞ്ഞാലും അത്ര ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. എല്ലാം മിതമായിട്ട് കണക്കിനൊക്കെ ചെയ്താൽ മാത്രമേ കറിക്ക് നല്ല രുചി ഉണ്ടാവും. അപ്പോൾ ആ വെന്ത കടല വെള്ളത്തോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. എന്നിട്ട് ഇതാ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒരു തിള വരട്ടെ കേട്ടോ. സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പം അല്ല കടലക്കറി ഉണ്ടാക്കണത് ദോശ ഉണ്ടാക്കുമ്പോഴല്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അരച്ച് വെച്ചത്. അങ്ങനെ എൻ്റെ കയ്യിൽ മാവിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം കടലക്കറി ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കുകയാണെങ്കിലും ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഇഡ്ഡലി മാവിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് അത് ദോശയൊക്കെയാണ് ചെയ്യണത് കേട്ടോ. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഞാൻ അരച്ചെടുക്കാറുമൊന്നുമില്ല. നല്ല അടിപൊളി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഈ ഇഡ്ഡലി തട്ടിലേക്ക് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുക. അപ്പം എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് ഇത് ഇത്ത സ്റ്റീലിൻ്റെ ഇഡ്ഡലി തട്ട് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ലാന്ന്. എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ ഇഡ്ഡലി തട്ടും ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എപ്പോഴും കംഫർട്ടായിട്ട് തോന്നുന്നത് ഇത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ആട്ടിയതിൽ നിന്ന് കുറച്ച് മാവ് ഒരു പാത്രത്തിലേക്ക് എടുത്തു. ഞാൻ ആട്ടിയ മാവ് ഫുള്ളായിട്ട് എടുത്ത് പുറത്ത് വയ്ക്കുകയും അതിൽ ഇങ്ങനെ സ്പൂണിട്ട് ഇളക്കി പിന്നെ അത് അടച്ച് വയ്ക്കുക അങ്ങനെ ചെയ്യത്തില്ല. ആവശ്യത്തിനുള്ളത് ഇതുപോലെ ഒരു ഉള്ള പാത്രത്തിലും എടുക്കും. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം മിച്ചം ഉണ്ടെങ്കിൽ ആ പാത്രത്തിൽ തന്നെ അടച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇഡ്ഡലി മാവും അല്ലെങ്കിൽ ദോശമാവായാലും കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മാവെല്ലാം കോരി ഒഴിച്ചു. അപ്പോൾ ഇത് ആവിയേറ്റാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും കടലക്കറിയാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇതാ കണ്ട നല്ല മണമുള്ള അടിപൊളി വറുത്തരച്ച കടലക്കറിയാണ്. അപ്പം ഇഡ്ഡലി റെഡിയായപ്പോഴേക്ക് ഞാൻ പിന്നെ തട്ടിൽ നിന്ന് മാറ്റി കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല, സനമൊക്കെ കറങ്ങാൻ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചില ദിവസം രാവിലെ എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും പപ്പ ടാറ്റ. അപ്പോൾ ഇന്നിപ്പം അത് പറയിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പള്ളിയിൽ നിന്ന് വരാൻ നേരത്തെ ഫാബി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സനയൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കാനായിട്ട്. അപ്പോൾ പള്ളിയിൽ നിന്ന് വന്നുടനെ തന്നെ വണ്ടിയെടുത്ത് നമ്മൾ ഇറങ്ങി. നമ്മൾ സാധാരണ മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. ഇന്നിപ്പോൾ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതി നമ്മൾ കനകുന്നിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ നടക്കാനും ഉണ്ട്, തിരക്ക് അത്യാവശ്യം കുറവുമാണ്, പിന്നെ വണ്ടികളും ഇല്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സനമോളുടെ ഏറ്റവും ഇഷ്ടമുള്ള ആക്ടിവിറ്റി എന്ന് വെച്ചാൽ കൈവിട്ട് ഇങ്ങനെ നടക്കണം. ബാക്കി ആൾക്കാർ നടക്കുന്ന പോലെ നമ്മൾ കൈ പിടിക്കാൻ ചെന്നാലും ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കണം കണ്ട. കയ്യിൽ ഫോണൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല വലിയ കാരണവത്തിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ അതിനുശേഷം ഇവിടെ പട്ടികൾ, പ്രാവ്, അണ്ണാൻ, മൈന ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന് ഓടിപ്പോയി പിടിക്കണം. അപ്പം ഇതൊക്കെയാണ് സനമോളുടെ ടൈം പാസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. പിന്നെ തളർച്ചയും കാര്യങ്ങളൊന്നുമില്ല, എത്ര വേണമെങ്കിലും നടന്നോളൂ. എല്ലാം കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കാനാണ് ആൾക്ക് താല്പര്യം. ഉറങ്ങുന്നല്ലേ വെയിലില്ലേ മാഡം? പപ്പയുടെ കൂടെ ഇരിക്കണോ? ശരി പപ്പ എടുത്തോ. ആരാണ് കൊമ്പത്ത് കയറിയിരിക്കണത്? ആരാണ് കൊമ്പത്ത്? സന സന എവിടെ ഇരിക്കണേ? ചിരിച്ച ഈ സന എങ്ങനെ ചിരിക്കണേ? ഫോട്ടോ എടുക്കാൻ എങ്ങനെ സന ചിരിക്കണേ? എവിടെ പോണ റോക്കറ്റ് പോലെ
ആ അതിൻ്റെ അകത്തോട്ട് പോ സരു, അതിൻ്റെ അകത്തോട്ട് പോ. പൈപ്പിൽ അവിടെ ഇരി. ഇതിൻ്റെ അകത്ത്, ഇതിൻ്റെ അകത്ത് ഇതോ മമ്മ. ഇതോ കാല് വെച്ചു, ഒരു കാല്. ആ എന്നിട്ട് ഇരി. അയ്യോ ആ പോട്ടെ, പോട്ടെ. സ്വന്തമായിട്ട് വഴി കണ്ടുപിടിച്ച് ഊഞ്ഞാല് കണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ശരമി കൊള്ളാമോ? ചിരിക്കൂലേ? സീരിയസ് ബേബിയാണോ? ശനു പിടിച്ചിരിയേ? എടുക്കട്ടെ? എടുക്കട്ടെ? ഇത് കണ്ടോ, ഇത് കുട്ടികൾക്കുള്ള പാർക്കാണ്. ഇവിടെ എല്ലാം നല്ല മാറ്റിങ്ങും ഇതൊക്കെ ചെയ്ത്. ഇതാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ഇൻക്ലൂസീവ് പാർക്ക്. നാണം വരുന്നോ? കളിച്ചോ? ഇത് ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കാണ് കേട്ടോ. ഇത് നമ്മുടെ കനകുന്ന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിപ്പം റെനോവേറ്റ് ചെയ്ത് ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി ആയിട്ട് എന്തൊരു പാർട്ട്ണർഷിപ്പിൽ അവരിപ്പം വീണ്ടും തുടങ്ങിയ പുതിയ ഇൻക്ലൂസിവിറ്റി പാർക്കാണ്. നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കണ്ടിരിക്കുന്ന ഇതൊക്കെ ഈ ഫ്ലോറിംഗ് ഒക്കെ ഇല്ല, ഇത് ചുമ്മാ പെയിന്റ് അടിച്ചിരിക്കുന്നതല്ല, സോഫ്റ്റ് പാഡിംഗ് ആണ്. നമുക്കിപ്പം കുട്ടികൾ വീണാലും കൈയും കാലൊന്നും മുറിയാത്ത രീതിയിലുള്ള പാഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പാർക്ക്. ഇനി പുതിയതായോണ്ടായിരിക്കാം എല്ലാം നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് സനമുള്ള കൗതുകങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ബൈക്ക് എടുക്കണമെന്നുള്ളത്. അപ്പം അത് തേടിയുള്ള യാത്രയായിരുന്നു അടുത്തത്. അപ്പം ഓരോ ആഴ്ചയും ഇതേപോലെ വന്ന് നോക്കും, എൻ്റെ ആഗ്രഹങ്ങൾ തീർക്കും, വരും. അതിനുള്ള സമയമായിട്ടില്ലെന്ന് തോന്നുന്നു. ആവട്ടെ, അപ്പം ബാക്കി നോക്കാം. എൻ്റെ കയ്യിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ അവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന സമയത്തൊക്കെ മിക്കവാറും ഇത് കാണിക്കാറുണ്ട്. അപ്പം ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കും കേട്ടോ. അതുപോലെ തന്നെ പലരും എൻ്റെ അടുത്ത് ഇതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് പറയും. ഞാൻ ഇഞ്ചി എടുക്കുന്ന അതേ അളവിൽ തന്നെ വെളുത്തുള്ളിയും എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് സമം എടുക്കും. എന്നിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് ഇപ്പം ഞാൻ സാധാരണഗതിയിൽ ഞാൻ പ്രോസസ്സറിൽ വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇതിപ്പോൾ അത്ര അധികം ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മളുടെ മിക്സിയുടെ ആ വലിയ ജാറിൽ അരയ്ക്കുന്ന വലിയ ജാർ, ആ ജാറിലേക്കാണ് ഇതെല്ലാം ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതിപ്പം ഇത്രയേ ഉള്ളൂവെങ്കിലും നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ കുറേ ദിവസത്തേക്ക് വരും കേട്ടോ. പിന്നെ നമുക്ക് ഈ കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ. വളരെ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനൊന്ന് അടിച്ചതായി ഇപ്പം ഞാൻ കാണിച്ചു തരാം. അതിപ്പം പേസ്റ്റ് പോലെ ആകുമ്പോഴേക്ക് കുറച്ചുകൂടി അതങ്ങ് മിക്സിയുടെ ജാറിൽ താന്നിരിക്കും കേട്ടോ. അപ്പം ഇതാ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. അതാ ഈ ഒരു പരുവത്തിലിരിക്കും. ഇപ്പം ഇനിയിപ്പം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അത് ഇതുപോലെ ഒരുമിച്ച് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ ജാർ എടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ കറികൾക്കും ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്. അപ്പം കൂടുതലും ഇപ്പം നമ്മൾ ഇറച്ചിക്കറി, കടലക്കറി ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. ഇത് റെഡിയാക്കി നമ്മൾ വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതായി രണ്ടും അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമുക്ക് ഒരുപോലെ മിക്സായിട്ട് വരും. മിക്സിയിൽ അടിക്കുമ്പോൾ തന്നെ ഇത് മിക്സായിട്ട് തന്നെയാണ് വരുന്നത് കണ്ട. ഈ ഒരു പരുവത്തിൽ കിട്ടും. പിന്നെ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് അലിയിച്ചെടുക്കുമ്പോഴേക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുത്ത ശേഷം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലേറ്റില്ലേ, നമ്മളുടെ സ്റ്റീൽ പ്ലേറ്റിൽ ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ ഞാൻ ഐസ് ക്യൂബ് വയ്ക്കുന്ന ട്രേ ഉണ്ടല്ലോ, അതിൽ വെക്കായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ അതിനേക്കാളും എന്തുകൊണ്ടും എളുപ്പം ഇതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു പ്ലേറ്റ് നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കുറേ ദിവസത്തേക്ക് വരും കേട്ടോ നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നത്. ഏറ്റവും മടിയുള്ള സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ വെളുത്തുള്ളി ക്ലീൻ ചെയ്യലാണ്. ഇപ്പം വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ചെറുതൊക്കെ ആണെങ്കിൽ കുറേ ടൈം എടുക്കത്തില്ലേ, അതിന് മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ അതാ ഇത് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റുവാണേ. ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് ഫ്രീസറിൽ മാറ്റുന്നത്. ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ ഒരു 7-8 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത് നല്ല സെറ്റായി കിട്ടും. ആ സമയത്ത് ഞാൻ ഇത് ഫ്രീസറിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സൈസിൽ ക്യൂബ്സ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഞാനിത് ഫ്രീസറിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണേ. നിസാർക്കത ഇവിടെ വന്നിരുന്നപ്പോഴേക്കുണ്ട് സനക്കുട്ടി ഓടി വന്നേ. നിസാർക്കത കാലി കയറ്റി അവളെ ഊഞ്ഞാലാട്ടാണ് കേട്ടാ. അവൾക്ക് അതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പം അവളിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി കാണിക്കുകയും ചെയ്യുന്നുണ്ട്, ഇത് ആടുന്ന കണ്ടോ എന്നുള്ള മട്ടിലാണ് കേട്ടാ. ശരിക്കും ഈ ചെറിയ നാളിൽ ഇതുപോലെയൊക്കെ ഓരോരുത്തർ കളിപ്പിക്കുകയാണെങ്കിൽ എന്തൊരു സന്തോഷമാണല്ലേ. നമ്മളും നമ്മളുടെ കുട്ടിക്കാലമൊക്കെ ഞാനിങ്ങനെ ഓർക്കും കേട്ടാ. ഇങ്ങനെ സനക്കുട്ടിയെ നിസാറിക്കെ കളിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് എൻ്റെ ഓർമ്മകളൊക്കെ പോകും. വളരെ മനോഹരമായ ഒരു കാലം ഏതാണെന്ന് ചോദിച്ചാൽ കുട്ടിക്കാലം തന്നെയാണ്. ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാലവും കുട്ടിക്കാലം തന്നെയാണ്. എന്തായാലും നിസാർക്കായും മോളും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത നല്ല വ്ളോഗായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.